21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കുമരനെല്ലൂർ അക്കിത്തം MT മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. ഫെബ്രുവരി 6 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കെട്ടിടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും 3.90 കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക രീതിയിലുള്ള കെട്ടിടം പണിതീർത്തത്. 2023 ഒക്ടോബറിൽ മന്ത്രി MB രാജേഷ് ശിലാസ്ഥാപനം നടത്തിയ കെട്ടിടം റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. 3 നിലകളിലായി നിർമ്മിച്ച മന്ദിരത്തിൽ 10 ഹൈടെക് ക്ലാസ് മുറികൾ, ഓഫീസ് സൗകര്യം, സ്റ്റാഫ് റൂം, അത്യാധുനികമായ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരിമിതമായ സാഹചര്യങ്ങളിൽ പഠനം തുടർന്നിരുന്ന സ്കൂളിന് ഈ മാറ്റം അക്കാദമിക് രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്നതാകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അക്കിത്തം MT മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഔപചാരികമായ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് 6-ാം തീയതി വൈകിട്ട് 3 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അവർ നിർവഹിക്കുകയാണ്. 2023 10-ാം മാസത്തിലാണ് ഇതിന്റെ പണി ആരംഭിച്ചത്. വളരെ ദ്രുതഗതിയിലാണ് ഇതിന്റെ പണി നടന്നത്. വളരെ നല്ല രീതിയിൽ മനോഹരമായ ഹയർ സെക്കൻഡറിക്ക് ബ്ലോക്കാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിട ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഫെബ്രുവരി 6 വൈകിട്ട് 3 മണിക്ക് നിർവഹിക്കുമെന്നും വിദ്യാലയത്തിന്റെ ഉന്നമനത്തിന് മുതൽക്കൂട്ടാവുന്ന ചടങ്ങിലേക്ക് ഏവരുടെയും സാന്നിധ്യവും സഹകരണവും വേണമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘകാലമായി സ്കൂളിന്റെ ഭൗതിക ആവശ്യങ്ങൾ ഒരു വിധത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്ഥലപരിമിതി മൂലം കഷ്ടപ്പെടുകയായിരുന്നു ഇത്രയും കാലം. 5 ബാച്ചുകളിലായി 10 ക്ലാസ് മുറികളിലായി 650ഓളം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുട്ടികളുണ്ട്. അതുപോലെ സ്കൂളിലും ഏകദേശം 1300ഓളം കുട്ടികളുണ്ട്. അവർക്ക് ഇതുവരെയും ഭൗതിക സാഹചര്യങ്ങൾ വളരെ കുറവുണ്ടായിരുന്നു. ഇപ്പൊ പുതിയ കെട്ടിടത്തിൽ 3,90,00,000 രൂപ അണികഴിപ്പിച്ച കെട്ടിടത്തിൽ 10 ക്ലാസ് മുറികളുണ്ട്. ആ കെട്ടിടം വരുന്നതോടുകൂടി നമുക്ക് ഹയർ സെക്കൻഡറി ബിൽഡിംഗില് കുട്ടികൾക്ക് മുഴുവൻ ഇരുന്ന് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യം ഉണ്ടാകും. സ്വാഗത സംഘം വൈസ് ചെയർമാനും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ P രാജീവ്, പഞ്ചായത്ത് അംഗം അലി കുമരനെല്ലൂർ, പ്രിൻസിപ്പൽ AS ബീന, ഹെഡ് മാസ്റ്റർ O വിനോദ്, SMC ചെയർമാൻ ഷാനവാസ്, PTA എക്സിക്യൂട്ടീവ് അംഗം AP ഹൈദരാലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.